ഗൈസ് അങ്ങനെ ഐ ലീഗ് ചാമ്പ്യൻസ് ആര് എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമായിരിക്കുന്നു. അത് ചർച്ചിൽ ബ്രദേഴ്സ് ആണ്. ഒഫീഷ്യലി തന്നെ ഐ ലീഗിൻ്റെ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടുള്ള സൈറ്റുകളിലും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലും ഒക്കെ വന്നു കഴിഞ്ഞു. ഇന്റർകാഷി ആണോ ചർച്ചിൽ ബ്രദേഴ്സ് ആണോ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ വിരാമമായിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾ ക്ലൈമാക്സ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു കോമഡി ക്ലൈമാക്സ് ആയി എന്നുള്ളതാണ്. നമുക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് ഈ ഒരു ലീഗ് കഴിഞ്ഞതിന് ശേഷവും വിധി വരാനായിട്ട് വൈകി എന്നുള്ളത്. നാംദാരിയും ഇന്റർകാഷിയും തമ്മിൽ നടന്ന മത്സരവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ആ മത്സരത്തിൽ നാംദാരി 2-0 എന്ന സ്കോറിൽ ഇന്റർകാഷിക്കെതിരെ വിജയിച്ചതാണ്. പക്ഷേ ഇനെലിജിബിൾ ആയിട്ടുള്ള ഒരു പ്ലെയറെ നാംദാരി കളിപ്പിച്ചു എന്നുള്ളതായിരുന്നു പ്രശ്നം. അതുമായി ബന്ധപ്പെട്ടിട്ട് ആദ്യം ചർച്ചിലിന് ഒരു വിജയം അവാർഡ് ചെയ്തതും 3-0 എന്ന് പറയുന്നൊരു രീതിയിൽ കൊടുത്തതാണ്. എന്നാൽ അപ്പീൽ കമ്മിറ്റിയാണ് അത് സ്റ്റേ ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നതും പിന്നീട് ആ പോയിന്റ് നഷ്ടപ്പെടുകയും നാംദാരിക്ക് പോയിന്റ് കിട്ടുന്ന തരത്തിലേക്ക് വന്നത്. എന്നാൽ വീണ്ടും ഒരു ഫൈനൽ വേർഡിക്റ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ അത് ഇന്റർകാഷിക്ക് അനുകൂലമായിട്ട് വരുമെന്നുള്ള സാധ്യമായിരുന്നു. കാരണം ഓൾറെഡി ഇനെലിജിബിൾ ആയിട്ടുള്ള പ്ലെയർ തന്നെയാണ് കളിച്ചിരിക്കുന്നത്. എന്നാൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചിലിന് അനുകൂലമായിട്ട്, അതായത് നാംദാരിക്ക് തന്നെ അനുകൂലമായിട്ടുള്ളൊരു വിധി വരുന്നു എന്നുള്ളതാണ്. ഇത് ഇന്റർകാഷിയെ ബാക്ക് ഫെയർ ചെയ്യുന്നു. ചർച്ചിൽ ബ്രദേഴ്സ് ഐ ലീഗ് ചാമ്പ്യൻസ് ആകുന്നു, ISLലേക്കുള്ള ഒരു പ്രൊമോഷൻ സാധ്യമാക്കുന്നു എന്നുള്ളതാണ്. ആക്ച്വലി ഞാനിത് എക്സ്പെക്ട് ചെയ്തതാണ്. കാരണം ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ ഓണർ ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ കുറേ ഡ്രാമ സോഷ്യൽ മീഡിയയിലും അല്ലാത്തടത്തും ഒക്കെ കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ക്ലബ്ബുകളൊക്കെ ആയിട്ട് ചേർന്ന്, അതായത് കുറച്ച് ഗ്രൂപ്പ് ഓഫ് ക്ലബ്ബുകളുണ്ട്, അവരുമായിട്ടൊക്കെ ചേർന്നിട്ട് ഇന്റർകാഷിക്കെതിരെ ഒരുപാട് റഫറിങ് ആനുകൂല്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സത്യത്തിൽ ആർക്കാണ് റഫറിങ് ആനുകൂല്യം ഉണ്ടായിട്ടുള്ളതെന്ന് ഐ ലീഗ് ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം. പ്രത്യേകിച്ച് ഇന്റർകാഷിയും ചർച്ചിലുമായിട്ട് നടന്ന മത്സരത്തിൽ 2-2 ഡ്രോ ആയതാണ്. ആ മത്സരത്തിൽ അവസാന നിമിഷം ചർച്ചിൽ നേടിയിട്ടുള്ള ഗോള് തന്നെ മതി ആർക്കാണ് അനുകൂലമായിട്ട് കൂടുതൽ വിധി വന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കാനായിട്ട്. ഒരു ലോബിക്കളി തന്നെയാണ്. ഒരു നാടകം കളിക്കുന്നു, പിന്നീട് സൂപ്പർ കപ്പിൽ നിന്ന് അവർ പിന്മാറുന്നു, അല്ലെങ്കിൽ പലതരത്തിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഓരോന്നും പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയിലാണ് ഞാൻ കണ്ടിരുന്നു കല്യാൺ ചൊവ്വെ ഈ വിധിയൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ചർച്ചിലിനെ കൺഗ്രാജുലേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ പറയുന്നത് കണ്ടിരുന്നു. ഒരു ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രസിഡന്റാണ്, അത് കോർട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. അതിന് മുന്നേ പുള്ളി തന്നെ പറയുന്നത്. അപ്പം പിന്നെ ഒരു പ്ലെയർ ഇനെലിജിബിൾ ആണ് എന്നുള്ള സാഹചര്യത്തിൽ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആർക്കാണുള്ളത്? അത് ഇപ്പം അവർ AFF ഇതിനകത്ത് അപ്ലോഡ് ചെയ്തില്ല, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ അത് പ്രധാനമായിട്ട് നോക്കേണ്ടത് ക്ലബിൻ്റെ ഓപ്പറേഷൻസ് നോക്കുന്ന, അല്ലെങ്കിൽ ക്ലബ്ബ് തന്നെയാണ്. അപ്പം നാംദാരിക്ക് അതിന് പൂർണ്ണമായിട്ടുള്ളൊരു ഉത്തരവാദിത്തമുണ്ട്. ഒരു പ്ലെയർ സസ്പെൻഡഡ് ആണെന്ന് വന്നു കഴിഞ്ഞാൽ അടുത്ത മത്സരത്തിൽ ആ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ ക്ലബിനകത്ത് ഉണ്ടാകുക എന്നുള്ള ഫാക്ടറുണ്ട്. ഇപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു കേസിൽ ഇപ്പം ഡൂസൻ ലഗാത്തോർ വന്ന സമയത്ത് ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹം സസ്പെൻഡഡ് ആയിരുന്നു. കാരണം അതിന് മുമ്പത്തെ ലീഗിലെ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒരു റെഡ് കാർഡ് കിട്ടിയത്. അതല്ലാണ്ട് കളിപ്പിച്ചിട്ട് അതിന് ശേഷമുള്ള മത്സരത്തിലാണ് സസ്പെൻഷൻ വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ആദ്യത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിന് കിട്ടിയിട്ടുള്ള പോയിന്റ് കുറയ്ക്കുകയും നോർത്ത് ഈസ്റ്റിന് പോയിന്റ് കൊടുക്കേണ്ടതും ചെയ്യേണ്ട സാഹചര്യം തന്നെയാണെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷേ അത് നോർത്ത് ഈസ്റ്റിന് അനുകൂലമായിട്ടുള്ളൊരു വിധി വന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇതാണ് ഇന്ത്യൻ ഫുട്ബോളിൽ എന്താണ് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കൃത്യത വരാത്തത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇന്റർകാഷി ഇപ്പം CASലേക്ക് പോവുകയാണ്. അതായത് കോർട്ട് ഓഫ് ആർബിട്രേഷൻ സ്പോർട്സ്, ലോകത്തിലെ തന്നെ സ്പോർട്സിൻ്റെ ഏറ്റവും വലിയ കോർട്ടെന്ന് നമുക്ക് പറയാം. ബ്ലാസ്റ്റേഴ്സിന് മറ്റേ ഫൈൻ വന്ന സമയത്ത് അവർ CASൽ പോയിരുന്നു. പക്ഷേ അനുകൂലമായിട്ടുള്ള വിധി വന്നില്ല. AFF വിധിച്ച വിധി തന്നെയാണ് CASും വിധിച്ചത്. എന്താണെങ്കിലും ഈ ഒരു വിഷയത്തിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് നോക്കി കാണണം. എന്താണെങ്കിലും ഇതിങ്ങനെ മുന്നോട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആര് വിൻ ചെയ്താലും അതിൽ കോൺട്രവേഴ്സീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം ചെയ്യാൻ പറ്റുന്നൊരു കാര്യം പറഞ്ഞാൽ 2 ടീമിനും പ്രൊമോഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അത് നടത്തുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് മിക്കവാറും. അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഞാൻ ഹാപ്പിയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ടീമുകൾ കളിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് ISL എത്തുമല്ലോ. സോ അങ്ങനെയാണ് പറയാനുള്ളത്. ക്ലൈമാക്സ് സത്യം പറഞ്ഞാൽ ഒരു കോമഡി സംഭവം തന്നെ ആകുന്നു. എന്താ ഒരു കൃത്യത ഇല്ലാത്തൊരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ്. അപ്പം എന്താണ് ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്നുള്ളത് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ. സനിയ.